ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇംഗ്ലീഷിലെ എല്ലാ എക്സാമിലും USSഉം LSSഉം മാത്രമല്ല എല്ലാ എക്സാമിലും നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് ആദ്യം തന്നെ പറയാം. ഇംഗ്ലീഷിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് കൂടി അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന ചെറു ചോദ്യങ്ങൾക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. സാധാരണ കോൺവെർസേഷനിലാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാറുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ എക്സാമിലും ഇപ്പോൾ LSS USS മാത്രമല്ല എല്ലാ എക്സാമിലും ഇംഗ്ലീഷിൻ്റെ എക്സാമിലും നമുക്ക് ഗ്രാമർ പാർട്ടിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഈ ക്വസ്റ്റ്യൻ ടാഗ് തന്നെ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വിശദീകരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, അപ്പോഴേ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയണം, ഹീ ഈസ് വെരി ഹാപ്പി. ഹീ ഈസ് വെരി ഹാപ്പി ഈസ് ഇൻ ഹീ. ഹീ ഈസ് വെരി ഹാപ്പി ഈസ് ഇൻ ഹീ. ചിൽഡ്രൻ ആർ പ്ലേയിങ് ആർ ഇൻ ദേ. ഷീ ക്യാൻ ഡാൻസ് വെൽ ക്യാൻ ഷീ. ഈ 3 സെൻറ്റൻസുകളിലും പോസിറ്റീവിലാണ്. വെർബിനോട് കൂടി നോട്ട് അല്ലെങ്കിൽ ഇൻഡ് ചേർക്കാത്തവയാണ് പോസിറ്റീവ് സെൻറ്റൻസ്. ഈ പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവിലാണ് വരിക. ഈസിൻ്റെ, ആറിൻ്റെ, ക്യാൻഡ് എന്നൊക്കെയാണ് വരിക. ഓക്കെ, Now look at this sentence. They didn't go, did they? It is not good, is it? Girl aren't reading, are they? ഈ 3 സെൻറ്റൻസുകളും നെഗറ്റീവിലാണ്. വെർബിനോട് കൂടി നോട്ട് അല്ലെങ്കിൽ ഇൻഡ് ചേർത്തവ. ഇവയുടെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവിലാണ്. ഡിഡ്, ഇസ്, ആറ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവിലും നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവിലും ആയിരിക്കും. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗിൽ ഷോർട്ട് ഫോം മാത്രമേ ഉപയോഗിക്കാവൂ. ഇൻഡ് അല്ലേ, ഇസിൻ്റെ, ആറിൻ്റെ എന്നൊക്കെ പറയുന്നത് ഇൻഡ് എന്ന് മാത്രമേ ഉപയോഗിക്കാവൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെൻറ്റൻസ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിന് മുമ്പ് കോമയും ഇടണം. ക്വസ്റ്റ്യൻ ടാഗിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്കും ഇടണം. ഓക്കെ, അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത്, സ്റ്റേറ്റ്മെൻറ്റിലെ സബ്ജക്റ്റ് ഒരു നൗൺ ആണെങ്കിൽ ടാഗിൻ്റെ സബ്ജക്റ്റ് അനുയോജ്യമായ പ്രോനൗൺ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ലീല ഈസ് സിംഗിങ് ഈസ് ഇൻ ഷീ. ഇവിടെ ലീല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്റ്റ് ഒരു നൗണാണ്. അതിൻ്റെ അനുയോജ്യമായ പ്രോനൗണാണ് ടാഗ് കൊടുത്തിട്ടുള്ളത്. ലീല എന്ന് പറയുന്നത് അതിൻ്റെ ടാഗ് നമ്മൾ എന്താ കൊടുത്തത്? ഈസ് ഇൻ ഷീ എന്നുള്ള വാക്കാണ്. മനസ്സിലായോ? രാജു വിൽ കം, വോണ്ട് ഹി. രാജു എന്നുള്ള സബ്ജക്റ്റിന് നമ്മൾ ടാഗ് ഏതാണ് കൊടുത്തിട്ടുള്ളത്? അതിൻ്റെ പ്രോനൗണാണ് ഹി എന്നുള്ളത്. ഓക്കെ, വില്ല് പ്ലസ് നോട്ടാണ് വിൽ നോട്ട് അല്ലെങ്കിൽ വോണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗിൽ വോണ്ട് എന്നാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? വില്ല് പ്ലസ് നോട്ടാണ് വിൽ നോട്ട്, എന്നാൽ വോണ്ട് എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടത്. അടുത്തത്, സ്റ്റേറ്റ്മെൻറ്റിലെ സബ്ജക്റ്റ് പ്രോനൗൺ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ സബ്ജക്റ്റും അതേ പ്രോനൗൺ തന്നെ ആയിരിക്കണം. മനസ്സിലാവണം, സ്റ്റേറ്റ്മെൻറ്റിലെ സബ്ജക്റ്റ് പ്രോനൗൺ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ സബ്ജക്റ്റും അതേ പ്രോനൗൺ തന്നെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് കോൾഡ്, ഈസ് ഇൻ ഇറ്റ്. ഇവിടെ ഇറ്റ് എന്നുള്ള പ്രോനൗണാണ്, അതിന് ക്വസ്റ്റ്യൻ ടാഗ് എന്താ വന്നിട്ടുള്ളത്? ഇറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത്, ദേർ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസ് ടാഗിൻ്റെ സബ്ജക്റ്റും ദേർ തന്നെ ആയിരിക്കണം. എക്സാമ്പിൾ, ദേർ ആർ മെനി ഹൗസസ് ആർ ഇൻ ദേർ. ഇവിടെ സബ്ജക്റ്റും ദേറാണ് വന്നിട്ടുള്ളത്, ടാഗിലും എന്താ വന്നിട്ടുള്ളത്? ദേറാണ് വന്നിട്ടുള്ളത്. ഓക്കെ,
അടുത്ത മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെർബ് ൻ്റെ ചേർക്കാൻ പാടില്ലാത്ത ഓർഡിനറി വെർബ് ആണെങ്കിൽ അവയുടെ ടാഗ് ഡു, ഡസ്, ഡിഡ് തുടങ്ങിയ ഓക്സിലറി വെർബ്സ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് വെർബ് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ, സ്റ്റേറ്റ്മെൻറ്റിലെ വെർബ് പ്രസൻറ്റ് ടെൻസും സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഡസിൻ്റും, പ്രസൻറ്റ് ടെൻസ് പ്ലൂരൽ ആണെങ്കിൽ ഡോണ്ടും, പാസ്റ്റ് ടെൻസ് വെർബ് ആണെങ്കിൽ ഡിഡിൻ്റുമാണ് ചേർക്കുക. മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെയാണ് പറയണത്, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ ഹീ വർക്ക്സ് ഹാർഡ് ഡസിൻ ഹീ. ഇവിടെ വർക്ക്സ് എന്നുള്ളത് എന്താണ്? പ്രസൻറ്റ് ടെൻസ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ടാഗ് ഏതാണ്? ഡസിൻ എന്നുള്ള ടാഗാണ്. അടുത്തത് നോക്കൂ, ദേ കം ഹിയർ എവരി ഡേ ഡോണ്ട് ദേ. ഇവിടെ എന്താണ്? പ്ലൂരൽ ആണെങ്കിൽ ഡോണ്ട് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദേ കം എവരി ഡേ എന്നുള്ളത് പ്ലൂരൽ ആയതുകൊണ്ട് നമ്മൾ ഡോണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് ടാഗിൽ. അടുത്തത് ഷീ വെൻറ്റ്. വെൻറ്റ് എന്നുള്ളത് എന്താണ്? പാസ്റ്റിലാണ് വെർബ് വരുന്നത്. അപ്പം നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഷീ വെൻറ്റ് ടു സ്കൂൾ ഡിഡിൻ ഷീ. ഡിഡ് എന്നുള്ള വെർബാണ് നമ്മൾ യൂസ് ചെയ്ത്, ടാഗാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമ്പരറ്റീവ് സെൻറ്റൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമ്പരറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ എന്താ? ആജ്ഞ, അപേക്ഷയൊക്കെ പ്രകടിപ്പിക്കുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഈ ഇമ്പരറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗിൽ നമ്മൾ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു എന്നാകും. ഓക്കെ, സ്റ്റോപ്പ് ടാക്കിങ് വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു അങ്ങനെ പറയാം. ഇമ്പരറ്റീവ് സെൻറ്റൻസ് അല്ലേ, നമ്മൾ ആജ്ഞിക്കുകയാണ്. സ്റ്റോപ്പ് ടോക്കിംഗ് വിൽ യു. അവിടെ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു നിർദ്ദേശത്തെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ലെറ്റ് ഹിം എന്നിങ്ങനെ തുടങ്ങുന്ന സെൻറ്റൻസിൻ്റെ ടാഗിൽ ഷാൾ വി, ഷാൾ ഹി എന്നിങ്ങനെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ലെറ്റ് ഹിം ഗോ. അപ്പോൾ അവിടെ എന്താ വരിക? ഷാൾ ഹി. ലെറ്റസ് പ്ലേ, ഷാൾ വി എന്നൊക്കെയാണ് വരിക. ഓക്കെ, ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് വേർഡ്സ് ഉള്ള സെൻറ്റൻസിൻ്റെ ടാഗ് പോസിറ്റീവിലായിരിക്കണം. നെഗറ്റീവ് വേർഡ്സ് ഉള്ള സെൻറ്റൻസിൻ്റെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവിലായിരിക്കണം. നെഗറ്റീവ് വേർഡ്സ് എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നെവർ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ, നെവർ, നോബഡി, നോ, നോട്ട്, നെയ്തർ, നോറ്, നോണ് എക്സെട്ര. അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ് ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവും. ആ നെഗറ്റീവ് വേർഡ്സുള്ള സെൻറ്റൻസിൻ്റെ ടാഗ് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ ഹീ നെവർ കംസ് ഏർലി ഡസ് ഹീ. ഹീ നെവർ എന്ന് വന്നതുകൊണ്ട് ഇവിടെ എന്താ ടാഗിൽ എന്താ വന്നിട്ടുള്ളത്? പോസിറ്റീവാണ്. ഡസ് ഹീ എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി എനി വൺ, എവരി വൺ, എനിബഡി, എവരിബഡി, സംവൺ, നോൺ ഓഫ് എന്നിവ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് ആയാൽ ടാഗിൽ ദേ എന്ന പ്ലൂറൽ സബ്ജക്റ്റാണ് വരിക. ഫോർ എക്സാമ്പിൾ എവരിബഡി ക്യാൻ ഗോ ദർ, എവരിബഡി ക്യാൻ ഗോ ദർ, ക്യാൻ ദേ. ഇവിടെ എവരിബഡി വന്നതുകൊണ്ട് എന്താണ് ടാഗിൽ വന്നിട്ടുള്ളത്? ദേ എന്നുള്ള വെർബ് സബ്ജക്റ്റാണ് വന്നിട്ടുള്ളത്. അടുത്തത് നോൺ ഓഫ് അസ്. നോൺ ഓഫ് അസ് സബ്ജക്റ്റിൽ വരുമ്പോൾ ടാഗ് വി എന്ന സബ്ജക്റ്റാണ് വരിക. നോൺ ഓഫ് അസ് എന്നൊക്കെ പറയുമ്പോൾ അത് സബ്ജക്റ്റായി വരുമ്പോൾ എന്താ വരിക? ടാഗിൽ എന്താ വരിക? വി എന്നുള്ള സബ്ജക്റ്റാണ് വരിക. നോൺ ഓഫ് അസ് ന്യൂ ഇറ്റ് ഡിഡ് വി. ഇപ്പോൾ നോൺ ഓഫ് അസ് എന്ന് വന്നപ്പോൾ ഇവിടെ എന്താ വന്നിട്ടുള്ളത്? വി എന്നാണ് ടാഗിൽ വന്നിട്ടുള്ളത്. ഇനി സം ഓഫ് യു സബ്ജക്റ്റിലായാൽ ടാഗിൽ യു ആയിരിക്കണം. ഇപ്പോൾ സം ഓഫ് യു ആർ പ്ലേയിങ്, സം ഓഫ് യു ആർ പ്ലേയിങ് ആർ ഇൻ യു. ഇവിടെ സം ഓഫ് യു എന്ന് വന്നതുകൊണ്ട് യു എന്നാണ് ടാഗിൽ വന്നത്. ഇനിയിപ്പോൾ നോബഡി, നോ വൺ എന്നിവ സബ്ജക്റ്റ് ആയാൽ ടാഗിൽ എനി ആയിരിക്കും. എക്സാമ്പിൾ നോബഡി ഈസ് ലേണിംഗ് ഈസ് എനി. നോബഡി അതുപോലെ നോ വൺ എന്നൊക്കെ സബ്ജക്റ്റിൽ വരികയാണെങ്കിൽ ഇവിടെ എന്താ വരിക? എനി എന്നുള്ള ടാഗായിരിക്കും വരിക. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ ടാഗ്, ക്വസ്റ്റ്യൻ ടാഗ്
എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഒരിക്കൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈഡപ്പ് ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.